മഴയ്ക്ക് ശമനം. നിയന്ത്രണങ്ങളും നിരോധനങ്ങളും പിൻവലിച്ചതോടെ ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖല വീണ്ടും സജീവം. ശക്തമായ മഴയിൽ കുത്തിയൊഴുകിയെത്തിയ വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യങ്ങൾ റീൽസിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞതോടെ ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫോൾസിലേക്കും സഞ്ചാരികളുടെ ഒഴുക്ക്. ശക്തമായ മഴയെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും മഴയ്ക്ക് ശമനമുണ്ടായതോടെ ജില്ലാ ഭരണകൂടം പിൻവലിച്ചു. ഇതോടെ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വീണ്ടും സജീവമാണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഇടങ്ങളിലൊന്നായിരുന്നു ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫോൾസ്. കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ ശ്രദ്ധയും വർദ്ധിച്ചു. വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം സുരക്ഷിതമായി ആസ്വദിക്കാമെന്നതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. DTPCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണപുരം ടൂറിസം കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ കൂടുതൽ പേരെത്തുന്നത്. നമ്മളിപ്പോൾ അടച്ചത്, അതിനുശേഷം നമ്മൾ ഇന്നാണ് ഇപ്പോൾ തുറക്കുന്നത്. ഇന്ന് തുറന്നതിന് ശേഷം നമുക്കിപ്പം ഗസ്റ്റിൻ്റെ എണ്ണം വലിയ കുറവ് വന്നിട്ടില്ല ഇന്നത്തെ ഒരു ദിവസം. എങ്കിലും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഗസ്റ്റിൻ്റെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗസ്റ്റിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കാരണം മഴയുമായിട്ട് ബന്ധപ്പെട്ട് അലാട്ടുകളൊക്കെ ഉള്ളത് മാത്രമാണ് ഇപ്പോൾ ഗസ്റ്റിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ആണെങ്കിലും എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ നല്ല പോലെ ആസ്വദിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫോൾസിൽ ഒരുക്കിയിരിക്കുന്നത് ഗസ്റ്റുകൾ. ശ്രീനാരായണപുരത്തെത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചാണ് മടങ്ങുന്നത്. പ്രത്യേകമൊരുക്കിയ സെൽഫി പോയിന്റിൽ നിന്നും മുതിരപ്പുഴയാറിന്റെ മനോഹാരിതയും ആസ്വദിച്ച് ചിത്രങ്ങൾ പകർത്താനും മറക്കുന്നില്ല. ഇനിയും ഒന്ന് മാറി നിന്നാൽ ഓണത്തോടനുബന്ധിച്ച് വലിയ തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സഞ്ചാരികളുടെ വരവ് കൂടുന്നതോടെ DTPCക്കൊപ്പം ടൂറിസത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യാപാരികൾക്കും ഡ്രൈവർമാർക്കും ഇത് ആശ്വാസമാകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.